ഹലോ എല്ലാവർക്കും അപ്പൊ മച്ചമാരെ നമ്മളിന്ന് അപ്പം ഇന്ന് കമ്പനിയിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. ജോയിനിങ്ങിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ട് നല്ല നാടുവിടാനുള്ള പരിപാടിയിലാണ്. ഇനിയിപ്പോൾ 8 മാസം കഴിഞ്ഞിട്ട് നാട്ടിലെത്തുള്ളൂ. നാട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ 8 മാസത്തിന് ശേഷം അറിയിക്കും. ഇപ്പോൾ വീട് പണിയായിട്ട് ഞങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലാണ്. വാടക വീട് പറഞ്ഞാൽ അമ്മേൻ്റെ വീട് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ പാക്കിങ് തുടങ്ങാം. അപ്പം മെയിനായിട്ട് വേണ്ടത് 6 മാസത്തെ 7 മാസത്തേക്ക് നിൽക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ. പിന്നെ ഇത് കമ്പനി വരുന്ന യൂണിഫോമാണ് ഞങ്ങൾക്ക് അവിടെ ഷിപ്പിന് യൂസ് ചെയ്യാനുള്ള. അപ്പോൾ യൂണിഫോം നിർബന്ധമാണ് അത്. പിന്നെ ഒരു 4-5 സെറ്റ് ഷർട്ട് കാര്യങ്ങൾ. പിന്നെ ഷർട്ട് 4-5 സെറ്റ് പോരാ, പിന്നെ ടീഷർട്ടും കാര്യങ്ങളും ഉണ്ട് കൂടെ തന്നെ അത്. പിന്നെ ഒരു 2-3 സെറ്റ് പാൻറ്റ് വേറെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ പോകുമ്പോഴാനും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്. പാൻറ്റ് അങ്ങനെ. പിന്നെ കുറച്ച് ജിമ്മും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇടാനുള്ള ഷോർട്സ് കാര്യങ്ങൾ. സ്പ്രേ കുളിക്കാണ്ട് വെക്കുമ്പോൾ സ്പ്രേ അടിച്ച് നടക്കാൻ സ്പ്രേ. പിന്നെ ഷാമ്പു സാധനങ്ങൾ, സോപ്പ് അവിടെ കിട്ടും. കുളിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് സോപ്പ് ഇതേപോലെ തിരിച്ചു കൊണ്ടുവരാറാണ് പതിവ്. സോപ്പ് അവിടെ കിട്ടും, പക്ഷെ എന്നാലും വെറുതെ എടുത്തു വെക്കാണ് ഇൻ കേസ് സപ്ലൈ ഇല്ലെങ്കിലോ. ജിമ്മ് ചെയ്യാനുള്ള ഗ്ലൗസ്, പിന്നെ കുറച്ച് സോക്സ്. ഇത് ജിമ്മ് അവിടെ കൊണ്ടുപോയിട്ട് അതേമാതിരി തിരിച്ച് കൊണ്ടുവരലാണ് പതിവ്. പക്ഷെ ജിമ്മ് ചെയ്യാനുള്ള മറ്റേ ഒരു വെയിറ്റ് എടുക്കുമ്പോൾ എടുക്കുന്ന ബെൽറ്റ് ഇല്ലേ, ബെൽറ്റ്. ഷെഡി, ഇത് ട്രിമ്മർ. ഇത് പൊട്ടാണ്ട് വെക്കണം, പൊട്ടാത്ത രീതിയിലേ. അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇടയ്ക്ക് വീഡിയോസ് കാണല്ലേ, പെട്ടിക്കെടുത്ത് എറിയ ചെയ്യാം. അവർക്ക് നമ്മളെ പ്രോപ്പർട്ടിയാണ്, സാധനം സേഫായിട്ട് വെക്കണം എന്നുള്ള ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഈ പെട്ടിയിൽ. ഇതാണ് സേഫ്റ്റി ഷൂസ് എന്നാണ്. ഇവിടെ മുഴുവൻ ഇരുമ്പുണ്ടാവുക, ഇവിടെ ഇരുമ്പുണ്ടാവുക. ഈ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഷിപ്പിൽ പുറത്തൊക്കെ പണിയെടുക്കും, ഫുള്ള് ഇരുമ്പിൻ്റെ ഫ്രെയിമാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഫ്രെയിമിൻ്റെ മുകളിലെ കാലൊക്കെ തട്ടി പരിക്ക് വരാണ്ടിരിക്കാൻ ഇതുണ്ടോ. പിന്നെ ഉള്ളതാണ് ബോലർ ഷൂ. അതായത് നമ്മൾ ഹെവി ആയിട്ട് എന്തെങ്കിലും ഡ്യൂട്ടിയൊക്കെ എടുക്കുമ്പോൾ ഇടാനുള്ള ഷൂസാണ്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതും കമ്പനി വരുന്നതാണ്. കട്ട് ചെയ്ത് കുറച്ച് പോയാ മതി. അപ്പോൾ ഇത് കാണാൻ എങ്ങനെ ഉണ്ടാവുക, അതായത് കയ്യും കാലും ഒക്കെ കൂടെ ഉള്ള ഒരു പാൻറ്റും ഷർട്ടും കൂടെ ഉള്ള സംഭവം. ഒന്ന് ക്യാമറ കൊണ്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഉണ്ടല്ലോ, കയ്യും കാലും ഒക്കെ ഉണ്ടാവും. അപ്പം ഇതാണ് ഞങ്ങൾ ഈ പുറമൊക്കെ പണിയെടുക്കുമ്പോൾ ഈ ബോർഡർ ഷൂട്ട് ഇട്ടിട്ടാണ് പണിയെടുക്കുക. കാരണം മറ്റേത് നമുക്ക് പരിക്കുകൾ പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാകുമ്പം ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, നല്ല കട്ടിയുള്ള ക്ലോത്തും കാര്യങ്ങളും. ഇതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ സേഫ്റ്റി ഷൂസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ യൂണിഫോമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതാണ് മെയിനായിട്ട്. ഇടയ്ക്ക് വീട്ടിലെ തിരുമ്പേ മടക്കി വെക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനൊന്നല്ലേ. അപ്പം ഇതാണ് ഞങ്ങള് ലൈസൻസ് വരുന്നത്. ഇങ്ങനെയാണ് ലൈസൻസ് കാണാനുണ്ടാവുക. അപ്പം ഇതിനാണ് COC എന്ന് പറയാം. COC, സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി എന്ന് പറയും. ഇതാണ് ഇപ്പം എൻ്റെ ലൈസൻസ്. ഞാൻ സെക്കൻഡ് മേറ്റ്സ് ഓഫ് ഫോറിൻ ഗോയിങ്ങിൻ്റെ ലൈസൻസാണ്. ഇതാ ഇങ്ങനെയുണ്ടോ ഈ കളർ. ഇനി ഒരുപാട് കളറിൽ ഞാൻ ഷിപ്പ് പോയിട്ട് കാണിച്ചു തരാം. ബാക്കിയുള്ള ലൈസൻസിൻ്റെ കളർ ചുവപ്പ്, പച്ച, മഞ്ഞ, നീല, അങ്ങനെ ഓരോ റാങ്കിനും ഓരോ കളറാണ്. അപ്പോൾ അത് കാണിച്ചു തരുന്നുണ്ട്. ഇത് ഫുൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും. ഒരു 10-30 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. നിർബന്ധമായിട്ട് എല്ലാ ഷിപ്പ് പോകുമ്പോഴും കൊണ്ടുപോകണം. ഓക്കെ, ബാക്കി ഞാൻ ഇനി ബാക്കി ജോയിനിങ്ങും കാര്യങ്ങളും ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഫ്ലൈറ്റിൽ കയറുന്നത്, അങ്ങനത്തെ എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും ബൈ. ഇതൊക്കെ എടുത്ത ചാട്ടെ.